പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹാശംസകൾ. ജപ്പാനീസ് സെൻ കഥകളിൽ നിന്നുള്ള ഒരു കഥയാണ് ഇന്നത്തെ പ്രഭാത സന്ദേശത്തിലൂടെ പങ്കുവെക്കുന്നത്. സെൻ മാസ്റ്റർ ഉങ്കോയുടെ പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു സുനോമി. വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തിൽ നിന്നും അവൾ ബുദ്ധമത തത്വങ്ങളും ഗഹനമായ ചിന്തകളും കരസ്ഥമാക്കി. അത്തരം സങ്കീർണമായ വിഷയങ്ങളുടെ യഥാർത്ഥ പൊരുൾ മനസ്സിലാക്കാനുള്ള പ്രായം പോലും അന്ന് അവൾക്കില്ലായിരുന്നു. എങ്കിലും സെൻ വിദ്യയേക്കാൾ അവൾക്ക് താൽപ്പര്യം കവിതയിലായിരുന്നു. അക്കാര്യം ഉങ്കോക്കും നന്നായി അറിയാമായിരുന്നു. അതിനാൽ പലപ്പോഴും കവിത ഉപയോഗിച്ചാണ് അദ്ദേഹം അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അവൾ നീണ്ട കവിതകൾ എഴുതിക്കൊണ്ട് വന്നു ഗുരുവിന് സമർപ്പിക്കുമായിരുന്നു. തൻ്റെ വിദ്യാർത്ഥി ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ഗുരുവിനോട് വിട പറഞ്ഞ് മടം വിട്ടു. അവൾ എങ്ങോട്ടോ പോയി. പിന്നീട് കുറേ വർഷം കഴിഞ്ഞാണ് സുനോമിയെക്കുറിച്ച് ലോകം അറിയുന്നത്. അവൾ അകലെ എവിടെയോ ഉള്ള കാടുകളിൽ പർണശാല കെട്ടി പാർക്കുകയായിരുന്നു. ഒരിക്കൽ ആ പ്രദേശത്തുകൂടെ സഞ്ചരിക്കുകയായിരുന്ന ഉങ്കോ തൻ്റെ മുൻ ശിഷ്യയുടെ സുഖവിവരം അന്വേഷിച്ചറിയാനായി ഒരു അനുചരനെ അയച്ചു. അവൾ തിരിച്ചെത്തിയത് ഒരു കെട്ട് കവിതകളുമായിട്ടായിരുന്നു. താൻ ആശ്രമം വിട്ട കാലം മുതലേ എഴുതപ്പെട്ട കവിതകളുടെ ഒരു ബൃഹത്ശേഖരം. എല്ലാം ഗുരുവിനെ സംബോധന ചെയ്തവ. ചിലതിൽ ഗുരുവന്ദനമാണെങ്കിൽ ചിലതിൽ ആവലാതി, വേറെ ചിലതിൽ പരിഭവവും സംശയവും ചോദ്യങ്ങളും. അവ വായിച്ച് ഉങ്കോ കണ്ണീർ വാർത്തു. അതിൽ പിന്നീട് ഗുരുവും ശിഷ്യയും തമ്മിലുള്ള സമ്പർക്കം മുറക്ക് തുടർന്നു. എല്ലാം കവിതയിലെഴുതിയ കത്തുകളിലൂടെ തന്നെ. അതിനിടയിൽ നിലച്ചിരിക്കാതെ ഒരു ദിനം സുനോമി ഗുരുവിനെയും തേടി മഠത്തിലെത്തി. കൂടെ ചില കൊച്ചു കവിതകളും കരുതിയിരുന്നു. അന്ന് വൈകുന്നേരം അത്താഴത്തിന് ശേഷം ഗുരുവും ശിഷ്യയും കുശലം പറയാനിരുന്നു. താൻ തൻ്റെ ഏകാന്തതയിൽ സാന്ത്വനം കണ്ടെത്തി നാളുകൾ നീക്കുന്നു. പച്ചയായ കാടും ചുവന്ന പൂക്കളുമാണ് തൻ്റെ കൂട്ടുകാർ. അവ മനസ്സിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങുമ്പോൾ അത് കവിതയായി പുറത്തു വരുന്നു. ഇത് അസംബന്ധമായി ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ വിശുദ്ധ പുസ്തകങ്ങളിലെ മഹദ്വചനങ്ങളും പരിശോധിക്കേണ്ടി വരും. ഇത് പറഞ്ഞിട്ടും ഞാൻ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ അത് നല്ലത് തന്നെ, അല്ല പകരം നരകത്തിലാണ് പോകുന്നതെങ്കിൽ അതിലും എനിക്ക് പരിഭവമില്ല എന്നൊക്കെയായിരുന്നു സുനോമി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ട് ഒന്നും ഉരിയാടാതെ അവരുടെ കയ്യിലെ ഒരു കവിതാശകലം ഉങ്കോ വാങ്ങി നോക്കി. ഹൃദയത്തിലൊരു മരമുളച്ചാൽ അത് പൂത്തും കായ്ച്ചും ഇരുന്നേനെ. ഈ വരികൾ എഴുതിയപ്പോൾ സുനോമിക്ക് എന്ത് തോന്നി? ഗുരു ചോദിച്ചു. ഒരു ഹർഷോന്മാദം എന്നെ ആശ്ലേഷിച്ചതുപോലെ. എങ്കിൽ അത് തന്നെയാണ് സ്വർഗം. ഇത് പറഞ്ഞ് അദ്ദേഹം അടുത്ത കവിതയെടുത്ത് വായിച്ചു. പാറമേൽ ഒരു പുൽക്കൊടി മുളച്ചാൽ അതിൻ്റെ വളർച്ചയും നോക്കി ഒരായുസ് തീർക്കാം. ഇതെഴുതിയപ്പോൾ എന്തു തോന്നി? ഞാൻ തികച്ചും വിഷാദമനസ്കയായ പോലെ. എങ്കിൽ നീ ഇതിനകം തന്നെ നരകവും അനുഭവിച്ചു കഴിഞ്ഞു, ഗുരു വിശദീകരിച്ചു. പ്രിയമുള്ള
സുഹൃത്തുക്കളെ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദിനങ്ങൾ എവർക്കും ആശംസിക്കുന്നു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.